കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നാണ്. ധർമ്മസ്ഥലയിൽ ഈ ഒരു വിഷയത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയ, ഈ കേസിലെ ഏറ്റവും നിർണായകമായ മാപ്പുസാക്ഷി എന്ന് പറയാവുന്ന ആളുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് ധർമ്മസ്ഥലയിൽ എത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. 20ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ അദ്ദേഹം അവരെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത്. അവിടെ തെളിവെടുപ്പുകൾ പുരോഗമിച്ചത്. വളരെ വലിയ കണ്ണികൾ, ഇവിടുത്തെ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കണ്ണികൾ ഇതിന് പുറകിലുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം സത്യങ്ങൾ പുറത്തു വരുമെന്നും എത്രത്തോളം അന്വേഷണങ്ങളിൽ നിജസ്ഥിതികൾ വെളിപ്പെടുമെന്നും ഇനിയും അറിയേണ്ട കാര്യമാണ്. ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ അവിടെ പീഡനത്തിനിരയായ, അവിടെ അതിക്രമങ്ങൾ നേരിട്ട മുഴുവൻ മനുഷ്യർക്കും നീതി കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൂടാതെ തന്നെ ഒരു സ്വതന്ത്ര രാജ്യത്ത്, ഒരു ഭരണഘടന അനുശാസിക്കുന്ന നിയമവ്യവസ്ഥയും നിയമപ്രക്രിയയും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സമാന്തരമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത്, കർണാടകയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല എന്നുള്ള ഒരു സ്ഥലം, അത് ഒരു സ്പെഷ്യൽ റിപ്പബ്ലിക്കിനെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു ഇത്രയും കാലം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനിയും അത് അനുവദിച്ചുകൂടാ. ഇത്രയും കാലം അവിടെ നടന്ന കുറ്റകൃത്യങ്ങളുടെ മുഴുവൻ ഉറവിടങ്ങളും തേടിക്കൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് നിയമപ്രക്രിയ അനുശാസിക്കുന്ന ശിക്ഷകൾ അവർക്ക് നൽകേണ്ടതുണ്ട്. അത്തരത്തിന്റെ പിന്നിലുള്ള ഏതു വലിയ കണ്ണികളായാലും, അവർക്ക് പിന്നിലുള്ള സന്നാഹങ്ങൾ എത്ര വലുതാണെങ്കിൽ പോലും അവർ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന നിയമപ്രക്രിയക്ക് മുമ്പിൽ വരാൻ ബാധ്യസ്ഥരാണ്. അഥവാ ധർമ്മസ്ഥലയിൽ 400ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. 100ഓളം ആളുകളെ താൻ തന്നെ കുഴിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം, ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നു. ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യപ്രകാരമാണ് താൻ ഇത് ചെയ്തതെന്ന ഉറച്ച ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും അയാൾ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പലപ്പോഴും പല രാത്രികളും അയാളുടെ ഉറക്കങ്ങൾ കെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ തയ്യാറായിട്ടുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ കർണാടകയിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, IPS ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് കർണാടക സർക്കാർ ഫോം ചെയ്തിരിക്കുന്നത്. അവർ എത്രത്തോളം കാര്യങ്ങൾ കണ്ടെത്തുന്നുവോ അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ എന്നുള്ളത്. 1975 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ളതും 1991 ശേഷം 2014 വരെ ഈ ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്യൂട്ടി നിർവഹിച്ചിരുന്ന സമയത്തും, അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്ന സമയത്തും അവിടെ സംഭവിച്ച കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾക്കിപ്പോൾ വ്യക്തതയുള്ളത്. അതിനു മുമ്പും ശേഷവും കാണാതായ ആളുകൾ എത്രത്തോളമാണ്, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതിൽ ഒരു സൗജന്യ കേസോ അല്ലെങ്കിൽ മറ്റുള്ള കേസുകൾ മാത്രമാണോ, ധർമ്മസ്ഥലയിൽ എത്തിയ അവിടങ്ങളിൽ നിന്നും ദുരൂഹമായി കാണാതാക്കപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഇവരുടെ ഈ ഒരു വലിയ സംഘത്തിന്റെ, ഈ ഒരു മാഫിയ സംഘത്തിന്റെ ഈ കൈപ്പിടിയിൽ അമർന്നു പോയ ജീവിതങ്ങൾ ആരുടെ ജീവനൊക്കെയാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവർക്കൊക്കെ നിയമം മൂലമുള്ള അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ ആരാണോ കുറ്റക്കാർ, ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ട് നിയമവ്യവസ്ഥയുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലയിൽ ഇന്ന് നടന്ന ഈ വലിയ തെളിവെടുപ്പ് പ്രതീക്ഷ നൽകുന്നതാണ്. 20ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ അദ്ദേഹം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കാണിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ സ്കൾട്ടനുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണോ, അവിടെ എത്രത്തോളം ഇതൊക്കെ ബാക്കി അന്വേഷണങ്ങൾ നടക്കാനുണ്ട്, അത് എത്രത്തോളം മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഒരു കാര്യം തീർച്ചയാണ്, ഇതിന് പിന്നിലുള്ളത് വലിയ കൈകളാണ്. വലിയ കൈകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥക്ക് അതീതരായി പ്രവർത്തിക്കുന്ന ചില കൈകൾ. അവർക്ക് എല്ലാ ഭരണകൂടങ്ങളിലും ആര് ഭരിച്ചാലും, കർണാടക BJP ഭരിച്ചാലും കർണാടക കോൺഗ്രസ് ഭരിച്ചാലും അവരിൽ സ്വാധീനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയുള്ള പോലീസ് സ്റ്റേഷനുകൾ, അവിടെയുള്ള ബന്ധപ്പെട്ട ഈ നിയമപ്രക്രിയയുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ, അവിടങ്ങളിലൊക്കെ സ്വാധീനിച്ച് തെളിവുകൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കേസുകൾ ഇല്ലാതാക്കാൻ, സാക്ഷികളെ സ്വാധീനിക്കാൻ, പരാതിക്കാരെ പിന്മാറ്റാൻ, അവിടുത്തെ ജനവിഭാഗത്തെ ഭയപ്പെടുത്തി നിർത്താൻ ഇവർക്ക് എല്ലാ സമയത്തും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. നിലവിൽ പോലും കൃത്യമായിട്ട് വലിയ രീതിയിലുള്ള മാധ്യമ കോലാഹലങ്ങൾ കർണാടകയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ജനപ്രതിഷേധങ്ങൾ ഉയരേണ്ട ഇത്തരം ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നില്ല എന്ന് അവിടെ കൃത്യമാണ്. ഇവിടെ ഒരു പ്രത്യേകമായ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാത്രമല്ല, ശരിക്കും ഒരു
സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മാത്രമല്ല, കോടതികളുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്. ഓരോ സമയത്തെ അന്വേഷണവും കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു സംവിധാനങ്ങൾ വരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി ഉണ്ടായാലേ ഇതിന്റെ എത്രത്തോളം സത്യാവസ്ഥകൾ പുറത്തു വരികയുള്ളൂ. രാജ്യത്തെ സമാന്തര നിയമവ്യവസ്ഥയായി അല്ലെങ്കിൽ പഴയകാല ജീവിതശൈലി എങ്ങനെയാണോ, പ്രാചീന ജീവിതശൈലി എങ്ങനെയാണോ, അത്തരം കാര്യങ്ങൾ നടമാടുന്ന ഒരു പ്രത്യേക മേഖലയായ ഈ ഒരു സ്ഥലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ ഇന്നും പാലിക്കപ്പെടാൻ തയ്യാറില്ലാത്ത വ്യക്തികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ചില ട്രസ്റ്റുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അവർ തന്നെ പോലീസ് സ്റ്റേഷനും പഞ്ചായത്തും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളുമാകുന്ന ഇത്തരം ഒരു കാഴ്ച ഇന്ന് കേരളത്തിലെ ഏതു സ്ഥലത്തും നമുക്ക് കാണാനാകില്ല. പക്ഷേ കർണാടകയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ഈ ഒരു പ്രദേശത്ത് നമുക്കത് ദർശിക്കാനാവും. ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവരേണ്ടതും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും ഈ ഒരു മാഫിയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ മുഴുവൻ, അവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെയും, അവിടെ ഈ ഫൈനാൻസ് മുതൽ, അവിടുത്തെ കാര്യങ്ങൾ മുതൽ, അവിടുത്തെ സമാന്തര ബാങ്കിങ് സംവിധാനം മുതൽ, അവിടുത്തെ മുഴുവൻ വ്യവസ്ഥിതികളെയും സ്വാധീനിക്കുന്ന ഈ ശക്തികളെ ശരിക്കും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഉത്തരവാദികളായവരെ ഇവിടത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്കനുസൃതമായ, അവർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരകളാക്കപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും നീതി ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ നീതി ലഭിക്കലിലൂടെ മാത്രമേ രാജ്യത്തെ നിയമപ്രക്രിയ പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.